കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പ്രവചനം കൂടി നടന്നിരിക്കുകയാണ്. അതായത് സഖാവ് VS അച്യുതാനന്ദൻ്റെ മരണം. അദ്ദേഹത്തിൻ്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ, ഒരു ജ്യോതിഷൻ എന്ന നിലയിൽ. ലോകത്ത് തന്നെ ആർക്ക് തന്നെ അദ്ദേഹം ജ്യോതിഷന്മാർക്ക് ഇന്ന് വരെ അവാർഡ് കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അവാർഡ് വാങ്ങിക്കാൻ കഴിഞ്ഞ ലോകത്തിലെ ഒരേ ഒരു ജ്യോതിഷൻ ഞാൻ മാത്രമാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ശ്രീ അച്യുതാനന്ദൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. അപ്പോൾ ഇത് അദ്ദേഹം ഈ ഫോട്ടോ അദ്ദേഹം എനിക്ക് അവാർഡ് തരുന്ന ആ ഒരു ഫോട്ടോയാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എനിക്ക് അവാർഡ് തരുന്നു. ഇനി ഒരു ഷേക്ക് ഹാൻഡ് തന്നതിന് ശേഷം എനിക്ക് അവാർഡ് തരികയാണ്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങുന്ന ഇതാണ്. ലോകത്ത് ഒരു ജ്യോതിഷന്മാർക്കും അദ്ദേഹം അവാർഡ് കൊടുത്തിട്ടില്ല. അദ്ദേഹം അവാർഡ് തന്ന ഒരേ ഒരു ജ്യോതിഷൻ കലിയുഗ ജ്യോതിഷനാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാതൃക. വളരെ നല്ല സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവ്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും ഞാൻ പറയും, ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇഷ്ടപ്പെടുന്ന ആളാണ്. എല്ലാ ഇതിലും ഇതാണ് എല്ലാ പേരുമായിട്ട് എനിക്ക്, എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അതിൽ ചില വ്യക്തിത്വങ്ങൾ നമ്മൾ ഓർത്തുപോകും. എന്നുവെച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു അവാർഡ് തരണം എങ്കിൽ ഞാൻ അത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടാണ്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം എനിക്ക് അവാർഡ് തന്നത്. അപ്പോൾ അത് അങ്ങനെയാണ്. ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ജഗതി ശ്രീകുമാർ, നമ്മുടെ ജഗതി ചേട്ടൻ ജഗതി ശ്രീകുമാർ സിനിമാ നടൻ, അദ്ദേഹത്തിനെ പോലും സ്റ്റേജിൽ നിന്ന് അദ്ദേഹം ഇറക്കി വിട്ടു. അദ്ദേഹം കൊടുത്തില്ല, അദ്ദേഹം ഇറങ്ങിപ്പോയി. VS അവാർഡ് കൊടുത്തില്ല. അന്ന് എന്തോ ഒരു ഇഷ്യൂസ്, ഒരു പെൺവാണിഭ കേസ് എന്തോ നടക്കുന്നത് കാരണം അദ്ദേഹം കൊടുത്തില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. കേരളം കണ്ട നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. ഇതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ കയ്യിൽ നിന്നും എനിക്ക് അവാർഡ് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. അതും എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ നല്ല വ്യക്തിത്വങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അംഗീകരിക്കുന്ന, ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ശ്രീ ഉമ്മൻചാണ്ടിയ, ശ്രീ VS അച്യുതാനന്ദൻ. ഇവരെ 2 പേരെ കയ്യിൽ നിന്നും എനിക്ക് അവാർഡ് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. അതിലെനിക്ക് വളരെ സന്തോഷം ഉണ്ട്. അതിലേറ്റവും വലിയ സന്തോഷം സഖാവ് VS ലോകത്ത് തന്നെ ഒരു ജ്യോതിഷന്മാർക്കും അവാർഡ് കൊടുത്തിട്ടില്ല, പക്ഷെ എനിക്ക് തന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവ്. പിന്നെ ജനങ്ങളുടെ അവാർഡ്, ഇതെല്ലാം എന്നെ സംബന്ധിച്ചോളം ഓസ്കാർ അവാർഡിനേക്കാളും മുകളിലാണ്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെ ഉള്ള അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊത്ത് സങ്കടത്തിൽ ഞാനും പങ്കുചേരുന്നു. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാനും ഒക്കെ പറ്റിയതിൽ വളരെ സന്തോഷം. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല എങ്കിലും ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുകയാണ്. അതിലെൻ്റെ ഇത്തവണത്തെ ഒരു പ്രവചനത്തിൽ തന്നെ ഉണ്ടായിരുന്നു ശ്രീ VS അച്യുതാനന്ദൻ. ഞാനത് ആ പ്രവചനം എഴുതുമ്പോൾ അത് കണ്ടുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സമയം മോശമാണ്. പല കാര്യങ്ങളിലും മരണം നമുക്ക് ഇന്ന വ്യക്തിയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാമെങ്കിൽ പോലും അത് എഴുതാൻ പാടില്ല. അത് എത്തിക്സാണ്. അത് കാരണം ഞാൻ ഒരു ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മരണം VSൻ്റെ മുഖത്തും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത് എഴുതിയത്. അപ്പോൾ ഇത് പല പ്രാവശ്യം ഇങ്ങനെ എഴുതുമ്പോൾ, ഒരു പ്രാവശ്യം കോടിയേരിയുടേത് എഴുതുമ്പോൾ ഒരു യുക്തിവാദി എഴുതി അത് VS ആണ് മരിക്കാൻ പോകുന്നത്, അതെല്ലാവർക്കും അറിയാമെന്ന്. അപ്പോഴേ എനിക്ക് ചിരി വന്നു. എനിക്ക് മാത്രം അറിയാവുന്നതാണ്. പലരും ഇതേപോലെ ചില ചൊറിയന്മാർ വന്ന് ഇതുപോലെ എഴുതി വയ്ക്കുക. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ്സ് ബോക്സ് തന്നെ ബന്ദ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒട്ടും അറിവില്ല, അവൻ്റെ ലെവലിലുള്ള ഒരു വ്യക്തിയല്ല ഞാൻ എന്തോ ചിന്തിക്കുന്നു എന്നുള്ളത് പോലും അവനറിയത്തില്ല. അപ്പോൾ ഇതുപോലെ വന്ന് ചുമ്മാ വിവരമില്ലാത്തവന്മാർ എഴുതി വയ്ക്കും. എനിക്ക് യൂട്യൂബിൽ നിന്ന് കാശൊന്നും വേണ്ട, എനിക്ക് അറിവുള്ളവർ എഴുതട്ടെ, അത് ഓക്കെ. ഇത് ഏത് വഴി പോണവനും
യൂട്യൂബിൽ വന്ന് കമൻസ് എഴുതാം. നമ്മളെപ്പോലുള്ള ഒരുത്തൻ അംഗീകരിക്കുന്നില്ല, നമുക്ക് കാശിൻ്റെ ആവശ്യമില്ല, അങ്ങനത്തെ കാശ് നമുക്ക് വേണ്ട, യൂട്യൂബ് കൊണ്ടൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് യൂട്യൂബിൻ്റെ കമൻസ് ബോക്സ് ഓഫ് ചെയ്തത്. എന്നുവെച്ചാൽ ഇതുപോലെ അറിഞ്ഞൂടാത്തവന്മാർ വന്ന് ഓരോരുത്തന്മാർ അവിടെ പട്ടി ഷോ കാണിച്ചിട്ട് പോവും. ഇപ്പോൾ യാവനുമാണെങ്കിൽ അവിടെ പട്ടി ഷോ കാണിക്കാം കമൻസിലൂടെ. അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല. എൻ്റെ ഇവിടെ വന്ന് കമൻസ് എഴുതണ്ട. അതറിയാമെന്നുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ വിളിച്ച് ചോദിക്കും, അല്ലാതെ അതിനകത്ത് എഴുതണ്ട. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് MD വാസുദേവൻ നായരാണ് മരിക്കുന്നതെന്ന് എനിക്കറിയാം, എഴുത്തുകാരൻ. അതുപോലെ കോടിയേരി സഖാവ് മരിക്കുമ്പോൾ എനിക്കറിയാം അദ്ദേഹത്തിന് പൂരം കണ്ടാശനിയാണ്, അദ്ദേഹത്തിൻ്റെ മരണം നടക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറ് അനിഴ നക്ഷത്രമാണ്, അദ്ദേഹത്തിൻ്റെ കണ്ടാശനി കാലത്തും അദ്ദേഹത്തിന്. ശ്രീ അച്യുതാനന്ദൻ സഖാവിൻ്റെയും അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം വളരെ മോശമായിട്ട് പോകുന്ന ഒരു സമയത്തിലൂടെയാണ് അദ്ദേഹത്തിന് 2025 മരണം സംഭവിക്കുമെന്ന് കൂട്ടി കണ്ടു. അതേപോലെ റോമിലെ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ മരണം ഇന്ന സമയത്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. അതാണ് അതിനകത്ത് വരുന്ന കാര്യം. എന്നെ സംബന്ധിച്ചോളം സഖാവ് VS അച്യുതാനന്ദൻ 1 മാസം മുമ്പേ മരിച്ചുപോയി. എന്നെ സംബന്ധിച്ചോളം, എൻ്റെ ശാസ്ത്രം സംബന്ധിച്ചോളം, അതായത് എൻ്റെ ശാസ്ത്രത്തിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണെങ്കിൽ VS 1 മാസം മുമ്പേ മരിച്ചുപോയി. അങ്ങനെയാണ് ആ സമയത്ത് കാണുന്നത്. അപ്പോൾ ഇത് ശാസ്ത്രം, അത് തെറ്റത്തില്ല. ജ്യോതിഷം വളരെ ശക്തിയുള്ള ഒരു ഇതാണ്. അതുല്യയുടെ മരണത്തിൽ എന്നാൽ അച്ഛൻ അവിടെ ഇരുന്ന് പറഞ്ഞു, പല ജ്യോതിഷന്മാരും ഇത് നടത്തരുതെന്ന് പറഞ്ഞു, എന്നിട്ട് പോലും ഞാൻ നടത്തി എന്ന് മാതൃഭൂമിയിൽ പറഞ്ഞു. നമ്മുടെ അവതാരിക നീതു, നമ്മുടെ മാധു സജി ഒന്നും അതിനെക്കുറിച്ച് പരാമർശിച്ചില്ല. പക്ഷേ ഇന്നലത്തെ ഡിബേറ്റിൽ അദ്ദേഹം അത് പറഞ്ഞു. എന്നിട്ട് പോലും നമ്മൾ ആ കല്യാണം നടത്തിയെന്ന്. നല്ല ഷാർപ്പായിട്ട് നോക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പം നമ്മുടെ ജ്യോതിഷത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഈ വിവാഹം നടന്നാൽ തന്നെ എന്ത് സംഭവിക്കും, ഈ വിവാഹം നിങ്ങളുടെ മകളെ അയച്ചാൽ അവിടെ സേഫാണോ, ഇവനൊരു വെള്ളമടിക്കാരനാണോ, ആഭാസനാണോ എന്നല്ല വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ കുട്ടികളെ കൈപിടിച്ച് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതാണ് ഇതിനകത്ത് വരുന്ന ഒരു കാര്യം. ഭാര്യയും ഭർത്താവുമ്പോൾ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് ചട്ടിയും കലോ ഈ വെള്ളം അടിക്കുന്ന ആൾക്കാരാകുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു സെപ്റ്റംബറിനകത്ത്, അതായത് സെപ്റ്റംബർ 30 കർക്കടകം ചിങ്ങം തുടങ്ങി 17 അതായത് ഈ കർക്കടക മാസം, കർക്കടകം തുടങ്ങി ചിങ്ങം 17 വരെ വളരെ ശ്രദ്ധിക്കണം. പ്രകൃതിക്ഷോഭങ്ങൾക്ക് ശക്തി കൂടും. അതെല്ലാം ഞാൻ പ്രവചിച്ചിട്ടുണ്ട്. എല്ലാ പ്രവചനങ്ങളും അതേപടി നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം അതാണ് ഇതിനകത്ത് വരുന്ന കാര്യം. സ്വാഭാവികമായിട്ട് ലോകത്ത് ഒരു സത്സുഗിയുടെ പ്രവചനം പാളുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ലോകത്തൊരു മഹാദുരന്തം സംഭവിക്കും. ഇന്നലെ തന്നെ 5 പ്രാവശ്യമാണ് റഷ്യയിൽ ഭൂകമ്പം സംഭവിച്ചത്. സുനാമി മുന്നറിയിപ്പൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ചിലത് നമ്മൾ പ്രകൃതിയൊന്നും തടയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. എങ്കിൽ ഈ ശാസ്ത്ര ലോകത്ത് ഇത്രയും ആഹാരങ്ങളും പൈസകളും ഇത്രയും ധൂർത്തുമൊക്കെ നടത്തി ശാസ്ത്ര ലോകം നടന്നിട്ട് അവർക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ ഈ ശാസ്ത്ര ലോകത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തിനാ? എല്ലാ സ്ഥലത്തും നമുക്ക് ശാസ്ത്രം ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ ഈ ജ്യോതിഷം എന്നൊക്കെ പറയുന്നത് ഹിന്ദു സംസ്കാരത്തിന് മുമ്പേ ഉണ്ടായതാണ്, ഹിന്ദുമതത്തിന് മുമ്പേ ഉണ്ടായതാണ് ജ്യോതിഷമൊക്കെ. അപ്പോൾ അത്ര ശക്തിയായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഈ ജ്യോതിഷശാസ്ത്രം. പിന്നെ അറിവില്ലാത്തവന്മാർ കയറി ഇരുന്ന് വല്ലതുമൊക്കെ പറയുന്നതല്ല ജ്യോതിഷം. ജ്യോതിഷം എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ളൊരു ശാസ്ത്രമാണ്. അപ്പോൾ ഓരോ പ്രവചനങ്ങൾ എഴുതുമ്പോൾ എനിക്ക് ഉൾവിളി ഉണ്ടാവും. ഇന്ന ഇത് എഴുതും. ഓരോന്ന് എഴുതുമ്പോൾ അടുത്ത ഈ പ്രാവശ്യം എഴുതിയപ്പോൾ അച്യുതാനന്ദൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ കണ്ടത്. അപ്പം ഞാൻ മരണങ്ങളെക്കുറിച്ചൊരു ലിസ്റ്റ് എഴുതും, പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചൊരു ലിസ്റ്റ് എഴുതും. അപ്പോൾ ഇതിനകത്ത് ഓരോന്ന് ഇപ്പോൾ ലോകത്ത് ലക്ഷക്കണക്കിന് കാര്യങ്ങൾ നടക്കും. പക്ഷേ എൻ്റെ ഉൾവിളിയിലാറ്റി പറഞ്ഞത് ഞാൻ പ്രവചനത്തിൽ ഉൾപ്പെടുത്തും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അത് നമ്മൾ പ്രകൃതിക്ഷോഭങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കോഴിക്കോട്, പാലക്കാട്, വയനാട് ഇത്രയും സ്ഥലങ്ങളിലെ പ്രകൃതിക്ഷോഭം ചിങ്ങം 17 വരെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം എല്ലാ പ്രവചനങ്ങളും നടന്നുകൊണ്ടേയിരിക്കണം. പ്രവചനങ്ങളൊന്നും തെറ്റത്തില്ല. ഞാൻ തെറ്റിക്കണമെങ്കിലേ ഉള്ളൂ. അതിനതിൻ്റേതായ റീസണുകൾ കാണും.
അത് ഇപ്പോൾ വെളിപ്പെടുത്താനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ്, എന്നെ പലരും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വാതുവെപ്പുകാരെ കൊണ്ടൊക്കെ ഉള്ള ശല്യങ്ങൾ വന്ന് കയറും. ഇപ്പം മനുഷ്യനെന്ന നിലയിൽ എനിക്കതെല്ലാം നോക്കിയല്ലേ പറ്റുള്ളൂ. പ്രവചനങ്ങൾ തെറ്റില്ല, പ്രവചനങ്ങൾ ഞാൻ തെറ്റിക്കണമെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. തീർച്ചയായും ഞാൻ അച്യുതാനന്ദൻ്റെ വിയോഗത്തിൽ, അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഞാൻ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിന് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ അവാർഡ് കൈകൊണ്ട് വാങ്ങാനും ലോകത്ത് ഭാഗ്യം ചെയ്ത ഒരേ ഒരു ജ്യോതിഷൻ കലിയുഗ ജ്യോതിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ലോകത്തൊരു മഹാദുരന്തം സംഭവിക്കും. അത് സസുഖി പറഞ്ഞ ഡേറ്റിലൊന്നുമല്ല, അത് അന്നും ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഈ നിരീശ്വരവാദികൾക്ക് അതൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെടുന്ന ചിലർ പറയും, സന്തോഷ് സാറ് അത് വേറെ ലെവലാണ് എന്ന് പറയും. ഒരുപാട് പേരിങ്ങനെ കമൻസ് അയക്കും, സാറ് വേറൊരു ലെവലാണ്. അതാണ് ഇവിടെയുള്ള ജ്യോതിഷന്മാരെ പോലെയല്ല, സാറ് വേറൊരു ലെവലാണ്, സാറൊരു പ്രവാചകനാണ്. ഇങ്ങനെയൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നവർ അത് അവരുടെ സ്നേഹം കൊണ്ടൊക്കെ എഴുതി അയക്കും. അത് അങ്ങനെയൊക്കെ അവർ എഴുതി അയക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ശാസ്ത്രം വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്ന നിലയിൽ വരാഹമികൻ എങ്ങനെയാണ് ജ്യോതിഷം രചിച്ചത്, ആ ജ്യോതിഷത്തിൻ്റെ ഇക്വേഷൻ അതേപടി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ലോകത്തെ ഏതൊരു ജ്യോതിഷനെയും വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നത്, ശുക്രൻ എന്താ 20 വർഷം കൊടുത്തത്, സൂര്യൻ എന്തിനാ 6 വർഷം കൊടുത്തത്, ചന്ദ്രൻ എന്തിനാ 10 വർഷം കൊടുത്തത്, കുജൻ എന്തിനാ 7 വർഷം കൊടുത്തത്? ഒരു ജ്യോതിഷനും പറയില്ല. കണ്ടകശനി എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെട്ടത്, ഇതൊന്നും ആരും തന്നെ പറയില്ല. അപ്പം ഇതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം. ജ്യോതിഷം 100% ശരിയാണ്. ജ്യോതിഷം തെറ്റില്ല. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ശ്രദ്ധ കുറവ് കൊണ്ടോ ബാക്കിയുള്ളത് കൊണ്ടോ ഒക്കെ സംഭവിക്കാം. ഇനി അവരുടെ സമയം മോശമാണെങ്കിലും സംഭവിക്കാം. അങ്ങനെ അത് വിഷയമുള്ള കാര്യം. അല്ലെങ്കിൽ പോലും നമ്മൾ കല്യാണം നോക്കുന്ന സമയത്ത് ഞാൻ നടത്തി വെച്ച ഒരു കല്യാണം ഇവിടെ വന്ന് ജാതകം നോക്കി 5 സ്റ്റെപ്പ് പൊരുത്തങ്ങൾ നോക്കി എല്ലാം നോക്കും. നക്ഷത്ര പൊരുത്തം നോക്കിയാണ് പല സ്ഥലങ്ങളിലും വിവാഹം നടത്തുന്നത്. അങ്ങനെ നടത്താൻ പാടില്ല. ഇന്നത്തെ കാലത്ത് കിടപ്പറ ബന്ധം ശരിയായില്ലെങ്കിൽ സ്ത്രീകളിൽ ഒരു കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. ദേഷ്യം, അവർ ഓർഗാസത്തിൻ്റെ സ്റ്റേജിലേക്ക് വരുമ്പോൾ പുരുഷൻ അതിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ, അവനെ കൊണ്ട് അത് പറ്റിയില്ല, ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണെങ്കിൽ അവൾക്ക് ആ ഒരു പൂർണ്ണതയിലെത്തിപ്പെടാൻ പറ്റില്ല. അത് അവളുടെ ശരീരം അംഗീകരിക്കത്തില്ല. അത് പിന്നെ ദേഷ്യമായിട്ട് മാറും. ഒരു പ്രാവശ്യം ഓർഗാസം വന്നു കഴിഞ്ഞാൽ 40 ഹോർമോണുകൾ റിലീസ് ചെയ്യും, കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കും. പക്ഷേ ഒരു പ്രാവശ്യം സെക്സിൽ ഏർപ്പെട്ടിട്ട് സ്ത്രീക്ക് ഓർഗാസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമായിട്ടുള്ള അഡ്രിനലും കോർട്ടിസോളും ഒക്കെ ഫോമാവും. അത് വലിയ അസുഖങ്ങളും അല്ലെങ്കിൽ ടെൻഷനും ദേഷ്യവും ഇതൊക്കെ കൊണ്ടുവരും. ഈ കോർട്ടിസോളും അഡ്രിനലൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ട് പുരുഷന്മാരത് ശ്രദ്ധിക്കണം. പിന്നെ ഇത് നമുക്ക് ചേർക്കേണ്ടതേ ചേർക്കാവും, അല്ലാതെ വല്ലതും ചേർത്ത് വെച്ചിട്ട് കാര്യമില്ല. ഇത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം ചേരാത്തത് ചേർത്താൽ അങ്ങനെ പ്രോബ്ലം വരും. സ്വർണവും ചെമ്പും തമ്മിൽ ചേരും, സ്വർണവും ഇരുമ്പും തമ്മിൽ ചേരില്ല. അതിനാണ് നമ്മൾ ഈ ശാസ്ത്രം ഉപയോഗിക്കുന്നത്. അതിന് ജ്യോതിഷം അല്ലാതെ ലോകത്ത് വേറൊരു ശാസ്ത്രമൊന്നുമില്ല. മാച്ചിങ് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേറെ ഒരു ശാസ്ത്രമില്ല. പക്ഷേ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ അത് വളരെ വ്യക്തമായിട്ട് നോക്കിച്ചേർക്കും. അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം. എന്നിട്ട് ഇത് കല്യാണം നടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് കൂടെ എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ പറയും. 2 പേരുടെയും ഗ്രഹനിലയും കൂടെ പരിശോധിച്ച് അതിൻ്റെ 1, 5, 7, 8, 10 എന്നീ ഭാവങ്ങളും കൂടെ പരിശോധിക്കും. അതിൽ പാവസ്വാമി പൊരുത്തം മസ്റ്റായിട്ട് വേണം. ഗണപ്പൊരുത്തവും പാവസ്വാമി പൊരുത്തവും ഉള്ള ദമ്പതികൾ പിരിഞ്ഞു പോവത്തില്ല. അതാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. ഓരോരോ കാലഘട്ടത്തെ മനുഷ്യർക്ക് ഓരോ സ്വഭാവമാണ്. രാമൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവരല്ല ഇന്നത്തെ കലിയുഗത്തിൽ ഈ യുഗത്തിൽ ജീവിക്കുന്നവർ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കലിയുഗം തന്നെ 2000-ന് ശേഷം മനുഷ്യന്മാർ മൃഗങ്ങളെക്കാളും മോശമാണ്. കലിയുഗത്തിൽ തന്നെ 2000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമെന്ന് പല ഗ്രന്ഥങ്ങളും പറഞ്ഞു. പക്ഷേ അത് സംഭവിച്ചില്ല. എങ്കിൽ പോലും 2000-ന് ശേഷം ലോകം അവസാനിപ്പിച്ച പോലെ തന്നെ ജനങ്ങളെല്ലാം മൃഗങ്ങളെക്കാളും മോശം, മൃഗങ്ങൾക്കും പേയളവി നടക്കുന്നത്. ഇതെല്ലാം ചന്ദ്രൻ്റെ സ്ഥിതി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നും പ്രവചനത്തിൽ വ്യക്തമാക്കി.
ഇത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ചേർക്കേണ്ടത് ചേർക്കാവും, അല്ലാതെ ആഡംബരവും ഷോയും ഒക്കെ കണ്ട് വല്ല ചേരാത്തതിനൊക്കെ പിടിച്ച് ചേർത്താൽ നഷ്ടങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും. പിന്നെ സ്ത്രീകളുടെ ഈ മെൻസുറേഷൻ്റെ അടുത്ത ദിവസങ്ങളായിട്ട് അവർക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും. ഈ സമയം അവരുമായിട്ട് തർക്കശാസ്ത്രത്തിനൊന്നും പോകാതിരിക്കാൻ ഈ വീഡിയോ കാണുന്ന പുരുഷന്മാരെങ്കിലും ശ്രദ്ധിക്കണം. നിങ്ങൾക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. പുരുഷനെ സംബന്ധിച്ചോളം സ്ത്രീയിൽ നിന്നും സമാധാനമാണ് പ്രതീക്ഷിക്കുന്നത്. സ്ത്രീയെ സംബന്ധിച്ചോളം പുരുഷനിൽ നിന്ന് സ്നേഹവും ട്രസ്റ്റും കിട്ടണം. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ ആ സ്ത്രീ നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല. അതും പ്രകൃതി നിയമമാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. സഖാവ് VS അച്യുതാനന്ദന് കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം. ആത്മാവിന് നാം നിത്യശാന്തി നേരുന്നു.